ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച യൂണിയൻ ബഡ്ജറ്റ് പ്രകാരമുള്ള സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് (STT) വർധന ഇന്ന് ഏപ്രിൽ മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഈ മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇക്വിറ്റി ഓപ്ഷൻസിലെ STT ആണ്. അത് 0.10% നിന്ന് 0.15% ഉയരുന്നത്. നിഫ്റ്റി ഫ്യൂച്ചേഴ്സിലും STT വർധനവ് വലിയ സ്വാധീനം ചെലുത്തുന്നു. അതായത് ഇപ്പോഴത്തെ ഈ വർധനവ് ഫ്യൂച്ചേഴ്സിനെയും ബാധിക്കും എന്ന് അർത്ഥം. ഇനി ബ്രോക്കറേജുകളും എക്സ്ചേഞ്ച് സ്ഥാപനങ്ങളുടെയും കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏഞ്ചൽ വണ്ണിന്റെ വരുമാനത്തിൽ 44% F&O സെഗ്മെന്റിൽ നിന്നുള്ളതാണ്. BSEക്ക് ഇത് 55%. NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് 70% വരുമാനവും F&Oയിൽ നിന്നാണ് വരുന്നത്. അതിനാൽ ട്രേഡിംഗ് ആക്ടിവിറ്റി കുറയുകയാണെങ്കിൽ ഈ സ്ഥാപനങ്ങളുടെ വരുമാനത്തിലും ഷോർട്ട് ടേം ഒരു സമ്മർദ്ദം വരാനുമുള്ള സാധ്യതകൾ കൂടുതലാണ്. മൊത്തത്തിൽ STT വർധനവ് ഷോർട്ട് ടേമിൽ ട്രേഡേഴ്സിന് നെഗറ്റീവായി ബാധിക്കുന്ന ഒരു നീക്കം തന്നെയാണ്. പ്രത്യേകിച്ച് ചെറിയ മാർജിനിൽ പ്രവർത്തിക്കുന്ന സ്ട്രാറ്റജീസും പ്രോഫിറ്റബിലിറ്റിയും ഒക്കെ കുറയാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ട്രേഡേഴ്സ് ഇനി കോസ്റ്റ് മാനേജ്മെൻറ്റ്, പൊസിഷണൽ സൈസിങ്, റിസ്ക് കൺട്രോൾ എന്നിവ കൃത്യമായി തന്നെ പാലിച്ച് വേണം ട്രേഡ് ചെയ്യാൻ. വിപണി ഇതൊക്കെ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞത് കൊണ്ട് തന്നെ ഇനി വലിയൊരു ഇടിവൊന്നും ഇതിൻ്റെ പേരിൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഒരു ചോദ്യം ചോദിക്കട്ടെ, ട്രേഡിംഗ് ഒരു കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും പരിമിതമായ അറിവ് കൊണ്ട്, സോഷ്യൽ മീഡിയ ടിപ്പുകൾ കൊണ്ടും ശരിയായ റിസ്ക് മാനേജ്മെൻറ്റ് ഇല്ലാത്തതും കൊണ്ട് നഷ്ടം സംഭവിക്കുന്നുണ്ടോ? ഇപ്പോഴിതാ സ്റ്റഡി നിഫ്റ്റി മലയാളം ബിഗിനേഴ്സിനായി ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെയുള്ള കോഴ്സ് ഏതാനും ദിവസങ്ങൾക്കകം ആരംഭിക്കാൻ പോവുകയാണ്. NISM ഇക്വിറ്റി ഡെറിവേറ്റീവ് ആൻഡ് റിസർച്ച് അനലിസ്റ്റിൻ്റെ ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. 10,000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. NRIസിനും സൗകര്യപ്രദമായ സമയത്തായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും നിങ്ങളുടെ സീറ്റുകൾ റിസർവ് ചെയ്യാൻ ശ്രമിക്കുക. ബന്ധപ്പെടേണ്ട നമ്പർ 7200822228.